ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ് ചിക്കൻ മഷ്റൂം പാസ്ത. അപ്പോൾ നമുക്ക് എങ്ങനെ വേഗം വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക, അതിലേക്ക് ഉപ്പ് ഓയിൽ ചേർത്ത് നമ്മുടെ പാസ്ത നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടതാണ് ബോൺലെസ് ചിക്കൻ പീസാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊട്ടറ്റോ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടറ്റോ ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി അടുത്തതൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് വെളുത്തുള്ളി, സവാള, തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഒരു പിടി ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഒരു മാഗി ക്യൂബാണ്. ഇത് പൊടിച്ച് നന്നായി ചേർക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മെയിൻ ഐറ്റമാണ് മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെ വൈറ്റ് സോസ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ക്യാപ്സിക്കം നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഈ അരിഞ്ഞ് വെച്ച് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർക്കുക. മൈദ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാല് ആവശ്യത്തിന് സാവധാനം ഒഴിച്ചെടുക്കുക. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാല് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് മാഗി ക്യൂബ് പൊടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ്, പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പാസ്തയാണ്. അടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സാവധാനം പതുക്കെ ഇളക്കി കൊടുക്കുക. സാവധാനം സമയം എടുത്ത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാസ്തയൊക്കെ പൊട്ടിപ്പോവും. സാവധാനം ടൈം എടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇവിടെ ഗാർണിഷിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കുക. നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഞാനിവിടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കെച്ചപ്പൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും.